കേരളത്തിന് വേണ്ടാത്തതുകൊണ്ട് പി രാജീവും പിണറായിയും കൂട്ടരും പുറം കാലുകൊണ്ട് തൊഴിച്ച് തെലങ്കാനയിലേക്ക് വിട്ട കിറ്റക് സാബു അവിടെ 2 വർഷം കൊണ്ട് ഫാക്ടറി പൂർത്തിയാക്കുകയും കഴിഞ്ഞ ദിവസം ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തു. ആദ്യ ദിവസം 15 ടൺ അപ്പാരൽസ് ആണ് ഉൽപ്പാദിപ്പിച്ചത്. പ്രവർത്തനം പൂർണ്ണമായി കഴിയുമ്പോൾ 13 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് കിറ്റക്സ് പറയുന്നത്. ഏതാണ്ട് 25,000 പേരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ആ കിറ്റക് സാബു നേതൃത്വം കൊടുക്കുന്ന 2020 ആണ് കേരളത്തിലെ 50ഓളം പഞ്ചായത്തുകൾ ഭരിച്ച് സാധാരണ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ രംഗത്തിറങ്ങുന്നത്. ഇതേക്കുറിച്ച് കിറ്റക് സാബു പറഞ്ഞതുകൂടി കേൾക്കുക. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം 9 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഐക്യനാട് പഞ്ചായത്ത് 4 വർഷവും. ഈ 9 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് 25 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഐക്യനാട് പഞ്ചായത്തില് ഏതാണ്ട് 12 കോടി രൂപയുടെ നീക്കിയിരിപ്പുമുണ്ട്. കഴിഞ്ഞ തവണ ഭരണം അവസാനിക്കുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തില് ഈ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി ഇടുകയാണ് ചെയ്തത്. ഇത്തവണ ഞങ്ങള് 25 കോടി രൂപ നീക്കിയിരിപ്പ് വന്ന സ്ഥിതിക്ക് ഈ പണം ജനങ്ങളിലേക്ക് തന്നെ പോകണമെന്ന ഒരു തീരുമാനമെടുത്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ 2 പദ്ധതികൾ ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷം കൊണ്ട് വൈദ്യുതി ചാർജ് ഏതാണ്ട് 60% വർദ്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പാചകവാതകം 100% വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് നിത്യോപക സാധനങ്ങളുടെ വില 100ഉം 150ഉം ഇരട്ടിയായി വർദ്ധിച്ചു. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 പഞ്ചായത്തുകളും ഞങ്ങളൊരു തീരുമാനമെടുത്തു. ജനങ്ങളുടെ ഈ അധിക ബാധ്യത വൈദ്യുതി ചാർജിലും ഇന്ധനത്തിലുമുള്ള ഒരു ഭാഗം പഞ്ചായത്ത് വഹിക്കുക, അവർക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. ഓരോ വീടുകളിലും വൈദ്യുതി ചാർജിന്റെ 25% പഞ്ചായത്ത് അവരവരുടെ അക്കൗണ്ടിലേക്ക് തിരികെ കൊടുക്കുക. അതേപോലെ തന്നെ 25% ഇന്ധനത്തിന്റെ പാചകവാതകത്തിന്റെയും തിരികെ കൊടുക്കുക. ജനങ്ങളുടെ അവരുടെ ഭാരം കുറച്ച് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു നൂതന പദ്ധതിയാണ് ഈ പറയുന്ന 25% സബ്സിഡി. അപ്പോൾ തീർച്ചയായിട്ടും അഴിമതി ഇല്ലാതെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു സദ്ഭരണം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത് സാധ്യമാണ്.